ഹായ് ഗായ്സ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ട്രിപ്പിന് വയനാട് ബസ്സിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ പാർട്ട് 3 വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെ നമ്മൾ ഇതാ ഈ വണ്ടി വെച്ചിട്ട് ഇവിടെ ഫുൾ ട്രിപ്പ് അടിക്കുകയാണ്. നമ്മളെന്താ പരിപാടി, നമുക്കൊന്ന് സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വണ്ടി എടുക്കാം. വണ്ടിയൊക്കെ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് ഗൈസ്. വണ്ടി എന്ന് വെച്ചാൽ സുമ്മാ വയനാടൻ ബസ്സൊക്കെ കിണ്ണ വണ്ടിയാണ്. നമ്മൾ ചുരം കയറി ഇങ്ങനെ വരില്ലേ, ആ ഒരു സ്റ്റൈല്. ഏതാ മോനെ വൈബ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണണില്ല കേട്ടോ, ഒന്നും കാണുന്നില്ല അങ്ങോട്ട് രാത്രി ആയതുകൊണ്ട്. അയ്യാ അവിടെ മാറി നിൽക്കടാ അവിടുന്ന്. അത് നിനക്കൊക്കെ പരിപ്പുടൻ ചായയും ഞാൻ നാളെ വാങ്ങിച്ചുതരാം കേട്ടോ. ഇപ്പം തൽക്കാലത്തിരുന്ന് മാറിത്താ. അവിടെ വയനാട് ബസ്സാടടാ, അവിടെ ബസ്സാട്. അല്ല കാറോ ലോറിന്ന് ഏറ്റവും നല്ലത്. ലോറിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇത് മറ്റേ ഈ കുഞ്ഞു റോഡിൽ കൂടെ ഒക്കെ ഇത്രയും സൈസ് മതി. പക്ഷെ വണ്ടികൾ പോണേനാ അതും കൂടി കൊട്ടിട്ട് കുഞ്ഞ് സ്പേസ് നമുക്ക്. പറയണ കേട്ടാൽ നിങ്ങൾക്ക് തോന്നി ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയില്ല എന്ന്. അതൊന്നല്ല പ്രശ്നം, ഈ റോഡാ പ്രശ്നം. കണ്ടോ എന്തൊരു കുഞ്ഞു റോഡാ, ഇതിൽ കൂടെ ഒക്കെ എങ്ങനെ ട്രിപ്പ് പോവാനാ. അതൊക്കെ റെഡി നല്ല കത്തിച്ചോളൂ. ഇതൊക്കെ കണ്ടോ ഗൈസ്, നല്ല പാടൊക്കെ, നല്ല കുറച്ച് വൈബുള്ള സ്ഥലം, കുറേയൊക്കെ കാണാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ. കണ്ടില്ലേ സൈഡിലൊക്കെ കുറേ മഞ്ഞിൻ്റെ മലയൊക്കെ ഇതൊക്കെ ഉണ്ടാവും, പാട പുല്ലൊക്കെ ഉള്ള നല്ല രസമുള്ള റോഡാണ്. പക്ഷെ റോഡ് ചെറുതാണെന്നുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ വണ്ടി പോകണ്ടേ, വണ്ടി പോകണം എന്നാലല്ലേ പ്രശ്നം. തിരിക്കാം, ഇവിടെ വളഞ്ഞിട്ടൊരു വളവ്. ഏതാ മതി സ്മൂത്ത് റോഡ്. ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ സ്മൂത്തായിട്ട് നമ്മൾ 100 വിടണേ, 100 വിട്ടാൽ പണി കിട്ടും. നമ്മൾ ബ്രേക്ക് വയനാട് ബസ്സിന് മുമ്പാണ്. നിങ്ങൾക്ക് ഈ വണ്ടിയാണോ ഇഷ്ടം, അത് പാർട്ട് വന്നിട്ട് ആ വണ്ടിയാണോ ഇഷ്ടമെന്ന് താഴെ കമൻ്റ് ഒന്നും ചെയ്യാം കേട്ടോ. ഈ വണ്ടി കൊള്ളാമല്ലേ, എനിക്ക് ഈ വണ്ടിയാണ് ഇഷ്ടം. ആ വണ്ടി നമ്മൾ KSRTC സൂപ്പർ ഫാസ്റ്റ് ആക്കിയാണ്, ആ കുഴി വീണ വണ്ടി. ഇതും ചിലപ്പോൾ കുഴി വെക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ധരിച്ചിരിക്കത് ഒരു വളവാ, ഈ വളവിൽ കൂടെ ബസ് പോകുന്ന തോന്നുക. വണ്ടി ഈ വളവെന്ന് വണ്ടി വന്നാലേ പ്രശ്നം, അല്ലാത്തതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് നേരെ അങ്ങോട്ട് കത്തിച്ച് തന്നെ വിടാം. അമ്മ ഒറ്റ ബ്രേക്ക്, നല്ല ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടെ ഒക്കെ പോവാം, കുഴപ്പമൊന്നുമില്ല. നേരെ തന്നെ വിടാം. കത്തിച്ചെന്നെ വിടാം, സുത്തന്നെ വിടാൻ തന്നെ. 62-31 സ്പീഡൊക്കെ നിങ്ങൾ ഈ സൈഡിൽ നോക്കിക്കോളൂ. നേരത്തെ 100 വിട്ടേ. വളവ് അയ്യോ വളവ് ഇച്ചിരി ടഫാ. ഓക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മളതിനെ കത്തിച്ചെന്നെ വിടാം. കത്തിച്ച് വിടാൻ പാടില്ല, ഇത് ചെറിയ റോഡാ. അയ്യോ ഈ വണ്ടിയൊക്കെ പോണ പോക്കേ. നല്ല ഇട്ടായതുകൊണ്ടൊന്നും കാണണില്ല. ഈ കുരിശിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ആൾക്കാരൊന്നും ഇറക്കാണ്ട്. ഇവിടെ സ്റ്റോപ്പുണ്ട്, ഇവിടെ ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കോ, ഞാൻ ഡോറ് തുറന്നുതരാം. ഇറങ്ങിക്കോ. ഇവിടെ ആർക്കും ഇറങ്ങണ്ടെങ്കിൽ ഇറങ്ങണ്ട, ഞാൻ പോകുന്നു. ഓക്കെ ഇവിടെ എന്തൊരു റോഡ്, ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് പോയാൽ ഇവിടെ എന്താണെന്ന്. ഇവിടൊക്കെയാണ് റോഡ്, എന്ത് സ്മൂത്ത് റോഡാണ്. പക്ഷെ റോഡ് കുഞ്ഞാണ്. എങ്ങോട്ടാ പോണേ ഈ റോഡ്, നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് പോയൊക്കാം.
അങ്ങോട്ടാ ഇത് പോണേ? കാട്ടുമാക്കാൻ്റെ അടുത്താണ്. രാത്രിയാണ്. ചില പ്രേതത്തിൻ്റെ വലിയ സ്ഥലമായിരിക്കും. എന്താ റോഡ് പകുതിയൊക്കെ ഇട്ടേക്കുന്നേ? എന്തോ ഒരു പന്തിക്കേടുണ്ടല്ലോ. ഒക്കെ കട്ട് അടാ, ഇതൊക്കെ ഗോസ്റ്റിൻ്റെ സ്ഥലമാണടാ അത്. അവിടെ കത്തിച്ച് കയറാണ്. ഒരു വണ്ടിയൊക്കെ വരുന്നു. അടാ, വണ്ടി മാഞ്ഞു പോയി. ആ വണ്ടി മാഞ്ഞു പോയിടാ. അങ്ങനെ വണ്ടി മാഞ്ഞു പോയി. അയ്യോ, നമുക്ക് കത്തിച്ച് കയറാ. വണ്ടിയൊക്കെ മിഞ്ഞനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിഞ്ഞുണ്ട് കളി വണ്ടി. വയനാടൻ ബസ്. അയ്യോ, മറ്റേ വണ്ടി എടുത്തോണ്ടെന്നാൽ അതിന് നമ്മളേറ്റ ആ കുഴിയുണ വണ്ടി അത് നമ്മൾ ഡിപ്പോയിൽ കൊടുത്തുകയും ചെയ്ത്. KSRTC സൂപ്പർ ഫാസ്റ്റ് ആ വണ്ടി ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിന്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടില്ല, പക്ഷേ അതിൻ്റെ ഷേർട്സ് നമ്മൾ ഇട്ടിട്ട് അത് പോയി കാണാം. അല്ല, ഇത് കഴിഞ്ഞിട്ട് അത് കണ്ടാൽ മതി കേട്ടോ. ഇതിന് മുമ്പേ ആ കണ്ടതിന് ഞാനുണ്ടല്ലോ ചപ്പ കുത്തി അടിച്ചാടും. ചേട്ടാ ഒന്ന് മാറിത്താ ചേട്ടാ. അങ്ങോട്ട് സൈഡ് ചേട്ടാ, ബസ്സാണ്. അതെ, ചേട്ടാൻ്റെ കുഞ്ഞമ്മേൻ്റെ വണ്ടിയായിരുന്നല്ലേ. മാറിത്താ ചേട്ടാ, മാറിത്താ. ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താൽ മതി. വയനാട് ബസ്സിൻ്റെ ഒക്കെ ഒരു ഫാൻസ് ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ വയനാട് ബസ് വന്നോടെ ഇവിടെ തിരക്കായി. എന്താ ഫാൻസ് ഈ വണ്ടിക്ക്. അങ്ങനെ എന്തായാലും ബാക്ക് എടുക്കണ്ടാവോ? നേരെ കത്തിച്ചൂടാ. ഇപ്പോൾ വണ്ടികളൊക്കെ രാത്രി ഇവർക്കൊക്കെ എന്താ പണി? രാത്രി വല്ല കൂടോത്ര വല്ല ചെയ്യണ്ടോ? രാത്രി കൊണ്ട് വണ്ടികളൊക്കെ പോകുന്നത്. ബസ് പിന്നെ രാത്രി പോകലുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ട്രിപ്പായിരിക്കും നമ്മൾ. അങ്ങനെ കണ്ടോ? അത് പിന്നെ കുഴപ്പമില്ല. അത് പിന്നെ രാത്രി ഇതൊക്കെ ഇവരെ കാറൊക്കെ പോണേ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് കത്തിച്ചെന്നെ വിടുക. സുറ്റനെ വിട്ടാൽ മതി. അല്ലേ നമ്മളതാണ് പോണ്. നേരെ തന്നെ വിടുക. അത്രേ ഉള്ളൂ. വളവ് അമ്മേ, അയ്യോ, ഇതൊരു വളവത്. ഇജാതി വളവ് നമ്മളെ. അല്ല, ആ റോഡിൻ്റെ കാട്ടിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലല്ലോ. ആ റോഡിൻ്റെ കാട്ടിൽ ചെറിയ റോഡാണത്. പക്ഷേ ഈ റോഡുകളൊക്കെ എന്താ ഇങ്ങനെ ആണ് കിടക്കുന്ന അർത്ഥം കയറ്റം മാറി നിൽക്കുന്നു. നമുക്കെന്നാലും വളവ് അങ്ങോട്ട് തിരിച്ചേക്കാം. എൻ്റെ പൊന്നേ, ഇന്നൊരു വളവ്. വല്ലാത്തൊരു വളവായി പോയി. തിരിക്കും. ഈ വണ്ടിയിൽ മുമ്പാണെങ്കിൽ നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. പോണേ ഈ വണ്ടി ഞാൻ ഒരിക്കലും ഡിപ്പോയിൽ കൊടുക്കൂല, അത് ഉറപ്പാണ്. ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ്. നമ്മളെ ഗാരേജിൽ കിടക്കുന്ന വയനാടൻ ബസ്സാണിത്. ആർക്കും കൊടുക്കൂല. ഈ വണ്ടിക്ക് ഇഷ്ടപ്പെട്ട്. ഇതൊക്കെ നമ്മളെ ചങ്ങായിമാരല്ലേ. അയ്യോ ഭാര്യ ഇതൊക്കെടാ. ഇവിടെ കണ്ണ് ശേഖര. ഈ രാത്രി ആയതുകൊണ്ട് ആർക്കും കണ്ണില്ല എന്നാണ് തോന്നുന്നത്. കഷ്ടത് വല്ലാത്തൊരു ചതിയായി പോയത്. അങ്ങനെ നമ്മളിത് വളവൊക്കെ എത്തി. ഇങ്ങനെ മാറിപ്പോയി. പോടുന്നു. അല്ല, കുറേ വണ്ടി പാട്ട വണ്ടി കൊണ്ട് പോടാറുണ്ട്. അവൻ്റെ കണ്ട അവൻ്റെ പാട്ട വണ്ടി. ഇവർക്കൊക്കെ എന്താണ് തീരുമ്പോൾ കുറേ വണ്ടികളിങ്ങനെ വരിക. അത് നമുക്ക് സമാധാനം എടുത്ത് ഓടിക്കാനും പറ്റണില്ലല്ലോ. ഈ ട്രിപ്പിൽ ഒഴിഞ്ഞെടുക്കണ റോഡാണെന്ന് വെച്ച് പോടാ എനിക്ക് സൈഡിലാക്കല്ലേ. പോടാ അവിടുന്ന് പാട്ടാ വണ്ടി.
അതാണ് പറയണത്. കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ വരിക തന്നെ. വേറെ ഇതൊന്നുമില്ല, കണ്ടീഷനൊന്നുമില്ല. അത് പുറകെ ഒരു വണ്ടി, ഒരെണ്ണല്ല 2 അയ്യോ എന്താ പറയുക, നമുക്ക് ഇവിടെ ഇത് തട്ടിയിട്ടാളൊന്ന് അറിഞ്ഞു വേണോണ്ട് പറഞ്ഞ മോന്തക്കെട്ടൊന്ന് കൊടുക്കുക, ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്ക്. വൈപ്പൊക്കെ ഓടായിക്ക് വയ്യ. അത് നേരെ ഇവിടെ കത്തിച്ചെന്നെ ഇവിടെ എനിക്ക് വയ്യ. എന്തൊരു കഷ്ടത് ഇവിടെ. കഷ്ടമെന്നല്ല, കഷണ്ടീന്നതാണ്. കൊണ്ട് വരുന്ന ചട്ടിയും ഞാൻ സൈഡ് തരൂല. പോയിക്കോ. ഞാൻ തട്ടിയാണ്ടു. തട്ടിയ കൊക്കേക്ക് ഞാൻ മറിച്ചിടും. മാറിക്കോർന്ന്. അല്ല പിന്നെ ആരെ പഠിപ്പിക്കേണ്ടി വരുന്നേ. ഡാടാ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കടാ. നമ്മളൊക്കെ സൂക്ഷിച്ചാടാ വണ്ടി ഓടിക്കണേ. നീ ആരടാ പറയാനേ? അല്ല പിന്നെ നമ്മളെടുത്ത കളി കണ്ടാക്കുന്നു. കോട കിടക്കാൻ പോണ വയനാടൻ ബൂംസ്റ്റാറാടാ, ബൂംസ്റ്റാർ 1000 ഇതിൻ്റെ അകത്ത് കയറാം. തോരൻ കാം. അവിടെ ഏത് സ്വർഗത്തേക്കടാ നമ്മൾ അയക്കണേ. വണ്ടി തിരിക്കടാ. ഇതല്ലടാ റോഡ്. ഇതല്ലെങ്കിൽ പിന്നെന്താ, നമുക്ക് ഇതിൽ കൂടെ തന്നെ പോവാമല്ലോ. ചേട്ടാ വണ്ടിയുടെ റോഡില്ലാത്തത് ഇത്. റോഡൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് തൽക്കാലം ഇവിടെ പോവാൻ വേണ്ട. കേട്ടോ ഞാൻ അപ്പോഴേ വേണ്ടാന്ന് ചട്ടിയെങ്കിലും കൊണ്ടുവന്നേക്കവൻ. അത് ഫുള്ള് നീ തന്നാളാ, വേറെ പണിയില്ലല്ലോ. പണിയില്ലാതെ നിനക്കല്ലടാ, ഞങ്ങൾക്കല്ലല്ലോ. ഉറങ്ങാനും സമ്മതിക്കില്ല പാതിരാത്രിയിൽ. തിരിക്കടാ വേഗം, നമുക്ക് വീട്ടിൽ പോവാനുള്ള. വീട്ടിൽ പോയിട്ട് ഉറങ്ങാനുള്ളതല്ലേ. എന്തി എനിക്കെന്താ വീട്ടിൽ പോയി എനിക്ക് ഉറങ്ങണടാ. ഞാൻ ഉറങ്ങിയേയില്ല. ചേട്ടൻ്റെ ഉറക്കം കണ്ടിട്ട് ഇന്നെ മയക്കാനുള്ളൊരു പ്ലാനാ ഉറപ്പാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. അവനൊക്കെ ആരടാ? നമ്മളെ ചിലപ്പോൾ മയക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണത്. എന്ത് മയക്കണക്കണ പറയണ കേട്ട്. ഒന്നുമില്ല ചേട്ടാ, നിങ്ങൾ പോയി കടന്നുറങ്ങിക്കളാ. ശുഭദിനം. ശരി എന്നാ, ശുഭദിനം. അല്ല ഗുഡ് നൈറ്റ് എന്നല്ലേ. ശുഭദിനം എന്ന് പറഞ്ഞാൽ മരിക്കണേന് ദിനല്ലേ, പിറന്നാളല്ലേ. അയാളെ ചത്തോട്ടെ. അയാൾ ഉറങ്ങിയെന്ന് നോക്കട്ടെ. അയ്യോ അയാൾ ഉറങ്ങി ചത്ത്. അയ്യോ ടയർ പോയി എണ്ണ. സൗണ്ട് ഉണ്ടാക്കി. സൗണ്ട് ഉണ്ടാക്കി അയാൾ തിരിച്ച്. അയ്യോ എന്തോ ഭൂമിക്കുൾക്ക് വെള്ളം വന്നോ? ഭൂമിക്കുൾക്ക് അണ്ടി വന്ന് അവിടെ പോയി ഉറങ്ങി. ഉറങ്ങ. ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. ഒരു വണ്ടി തള്ളിയിട്ട് ഗൈസ്, നമ്മുടെ വയനാടൻ ബസ്. ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണം ഈ ഉറങ്ങണ ആൾക്കാർക്ക്. എന്താ നമുക്ക് പണിയെടുക്കുക? ഐഡിയ ഈ വണ്ടിയിൽ നിന്ന് ഉണ്ടിടാ. മാറണമെന്ന് നമ്മളെ വയ്യാടാ ഇത്. നമുക്ക് വേണ്ടി മാത്രം റിവേഴ്സ് ഇട്ടട്ടെ. എന്താ ഒരു കുലുക്ക. ഈ വണ്ടിയോടെ ടയർ കുടുങ്ങി, നമ്മൾ കുടുങ്ങിടാ. അയ്യോ ബാഗ് കുടുങ്ങിടാ. തട്ടിയിറ ഫുട്ബോൾ കീപ്പറാടാ. കീപ്പറ് തട്ടിയിറ. അയ്യോ അതാ പോയി. അയ്യോ ഞാൻ കുടുങ്ങുക. അയ്യോ ഞാൻ പോവുകേ അമ്മച്ചേ. അയ്യോ. ഗൈസ് ഇവിടെ ഇത്ര വീട്ടിലേക്ക് ചെയ്തത്. അണ്ണാ